ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ അതുപോലെ ഡിയോ അങ്ങനെയുള്ള വണ്ടികളുടെ കിക്കർ ജാം ആകലുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതെങ്ങനെ ശരിയാക്കാമെന്നാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്ക് സീറ്റ് ഭാഗം ഒന്ന് അഴിച്ച് മാറ്റി വെക്കണം. 312 ബോൾട്ട് മാത്രമാണ് വരുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ക്ലച്ച് കവറൊന്ന് അഴിച്ചെടുക്കണം. ഇതാണ് ഇങ്ങനെയാണ് ജാമായി നിൽക്കുക. ചവിട്ടിയാൽ അടിയിലേക്ക് പോവില്ല. ചിലപ്പോൾ ബാറ്ററി കംപ്ലൈൻറ്റുള്ള വണ്ടിക്കൊക്കെ ആയിരിക്കും പ്രശ്നം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ബാക്ക് സീറ്റൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡ് ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ വരുന്ന 2 സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ടാവും. അതൊന്ന് അഴിച്ചെടുത്ത് ഈ കവറൊന്ന് മാറ്റി വെക്കണം. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിക്കർ ചവിട്ടിയിട്ട് പെട്ടെന്ന് മേലേക്ക് വിടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. മാക്സിമം സ്ലോയിൽ ചവിട്ടിയിട്ട് അപ്പം തന്നെ ആ കാലുകൊണ്ട് തന്നെ പതുക്കെ തൂക്കിയെടുക്കണം. അപ്പോൾ ഇനി ക്ലച്ച് കവറൊന്ന് അഴിച്ചെടുക്കാം. ഒരു 9-8 ബോൾട്ട് വരും അതിൽ. അതൊന്ന് അഴിച്ചെടുക്കണം. 8 ടീ സ്പാനർ ഉപയോഗിച്ചിട്ടാണ് അഴിച്ചെടുക്കൽ. അപ്പോൾ ക്ലച്ച് കവറിൻ്റെ ബോൾട്ടുകളൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി എയർ ഫിൽറ്ററിൻ്റെ 2 10 ബോൾട്ട് വരും. അപ്പോൾ അതൊന്ന് അഴിച്ചെടുക്കണം. ഇത് ക്ലച്ച് കവർ ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മുഴുവൻ ക്ലച്ചിൻ്റെയും എയർ ഫിൽറ്ററിൻ്റെയൊക്കെ ബോൾട്ടുകളൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ക്ലച്ചിനെ ഇളക്കി കൊടുത്ത പുറത്തേക്ക് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലച്ച് വരുന്നത്. ബാക്കിൽ വരുന്നതാണ് ക്ലച്ച് ഷൂ സെറ്റ്. ഫ്രണ്ടിൽ ഫാൻ പോലുള്ളതാണ് റോളർ ബുഷ് നിൽക്കുന്ന ഭാഗം. ഈ റോളർ ബുഷ് പോകുമ്പോഴാണ് വണ്ടി ജർക്കിങ് ആവുന്നത്. ആക്സിലേറ്റർ ഫസ്റ്റ് നമ്മൾ കൊടുത്തെടുക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ വറച്ചിട്ടാണ് എടുക്കുകയുള്ളൂ. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഈ ക്ലച്ചിലൊരു എയർ ഹൗസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അഴിച്ചെടുക്കണം. സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് വരിക. ഒന്ന് അഴിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതാണ് കിക്കറിൻ്റെ ഭാഗം വരുന്നത്. ഇനി കിക്കറൊന്ന് ഇളക്കി കൊടുത്താൽ കിക്കറിൻ്റെ വീല് പുറത്തേക്ക് വരും. ചെറിയൊരു വാഷർ ഉണ്ടാവും അതിൽ. അപ്പോൾ അത് സൂക്ഷിച്ചെടുക്കണം. ഉള്ളിൽ പെടാൻ പാടില്ല. ഇതിൽ ചെറിയൊരു വെൽഡിങ് ഉണ്ടാവും, ഒരു സ്റ്റോപ്പർ. അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറുമ്പോഴാണ് കിക്കർ ജാം ആവുന്നത്. നമ്മൾ കുറച്ച് മേലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം കിക്കർ വീലിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇനി കിക്കർ വീല് കറക്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിന് വാഷർ നമ്മൾ ഇട്ട് കൊടുക്കുക അതുപോലെ. അതിന് ശേഷം കിക്കറൊന്ന് അടിയിലേക്ക് വൈൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ കിക്കർ അടിയിലേക്ക് താഴ്ത്തി പിടിച്ചതിന് ശേഷം കിക്കർ വീലിട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ആ വെൽഡിങ് ഭാഗം മേലെ കയറി നിൽക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് കിക്കർ വീല് ഗാഡിയിൽ പെടുന്ന പോലെ ഇട്ട് കൊടുക്കുക. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കിക്കർ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ ഓണ്ടാന്ന് എഴുതിയതിൻ്റെ കറക്റ്റായിട്ട് നേരിക്ക് നിൽക്കും. ചെറുതായിട്ടൊന്ന് കിക്കർ താഴ്ത്തി നോക്കുക, മേലേക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. കിക്കറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെൽഫ് മോട്ടറിൻ്റെ ബെൻഡെക്സിൽ കറക്റ്റായിട്ട് നിൽക്കണ്ടോ എന്ന് നോക്കണം. ഇതാണ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ.
വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ. ഇതാണ് ഇതിൻ്റെ ബെൻഡെക്സിൽ സെൽഫ് മോട്ടറിൻ്റെ. ഇത് കറങ്ങുന്ന സമയത്താണ് സെൽഫ് വർക്ക് ചെയ്യുന്നത്. നേരെ ക്ലച്ചിൽ വന്ന് ലോഡാവും, അപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. നമ്മൾ ക്ലച്ച് ഓവർ അഴിക്കുന്ന സമയത്ത് ഈ കപ്പ് ഇളകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ ക്ലച്ച് ഓവർ തിരിച്ച് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ബോൾട്ടുകളൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം എല്ലാം. ഇപ്പോൾ ഏകദേശം 4-5 ബോൾട്ടുകളൊക്കെ ടൈറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി കിക്കറൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യണ്ടോ നോക്കണ്ടേ. അതിന് വേണ്ടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കിക്കറൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, കറക്റ്റ് വർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ബാക്കിയുള്ള ബോൾട്ടുകളൊക്കെ പിടിപ്പിച്ച് കൊടുത്ത് സീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.